ഹായ് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നലെ മോട്ടോർ കംപ്ലൈന്റ് ആയ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അവർക്കത് വൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പകരം പുതിയൊരു മോട്ടോർ മേടിച്ച് വെക്കാൻ പറഞ്ഞു. അപ്പൊ അതിന് വലിയ കോസ്റ്റ് മേടിച്ച് വെക്കണ്ട. അവിടെ ഉണ്ടായിരുന്ന ക്രോംപ്ടന്റെ ഒരു 250 അടി ഹെഡിന്റെ മോട്ടോർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊരു 300 അടി ഹെഡിന്റെ മോട്ടറാണ്. അപ്പൊ ഇത് തരക്കേടില്ലാത്ത മോട്ടറാണ്, ഓറിയന്റിന്റെ മോട്ടറാണ്. അപ്പൊ അതിനെ അപേക്ഷിച്ച് റേറ്റ് കുറവുണ്ട്. 4000 റുപ്യോളം വ്യത്യാസമുണ്ട്. 4000 ഇല്ല, 5000 റുപ്യയുടെ വ്യത്യാസമുണ്ട്. മറ്റേ വി ഗാർഡും ഇതിനൊക്കെ അപേക്ഷിച്ച് ഒരു 5000 റുപ്യയുടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇത് വെക്കാൻ കാരണം വെച്ചാൽ വീട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് 1-2 സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ കുഴപ്പമൊന്നുമില്ലാണ്ട് ഉള്ള പെർഫോമൻസ് ആണ്. 9 വർഷം മുമ്പ് വെച്ചിട്ട്, വീട്ടിൽ 6 വർഷമായി വെച്ചിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഓപ്പൺ മോണോ ബ്ലോക്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 12 വർഷം വരെ വീട്ടിൽ വർക്ക് ചെയ്തായിരുന്നു. എന്നിട്ട് പിന്നീടും അത് കത്തിപ്പോയത്. എന്നിട്ട് അത് ഇപ്പൊ റിവൈൻഡ് ചെയ്തിട്ട് പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ റേറ്റ് കുറവ് അതിന്റെ പേരിൽ എടുത്താണ്ടത്. ഇതിനിപ്പോ 12,000 റുപ്യോളം ഇത് വരുന്നുള്ളൂ. പാനൽ ബോർഡ് അടക്കം അത്ര വന്നുള്ളൂ, അത്ര റേറ്റ് വന്നുള്ളൂ. ഈ HDPE പൈപ്പ് നമ്മ ചൂടാക്കി കയറ്റുമ്പോഴേ ഇത് വളയാണ്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബെൻഡ് പോലെ നിൽക്കും. അപ്പൊ എല്ലാവർക്കും അറിയണാണ്, എന്നാലും ഞാൻ പറഞ്ഞത് മാത്രം. പിന്നെ വെച്ചാല് ഇതിന്റെ ക്ലാമ്പ് ഊരാൻ പറ്റിയിട്ടില്ല. ഇത് ആകെ തുരുമ്പിടിച്ചിരിക്കായിരുന്നു. അപ്പൊ അതിന്റെ സൈഡിൽ നമ്മ WD-40 അടിച്ചിട്ടിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മ ഊരാന്നുള്ളതിൽ നിൽക്കുകയാണ് കേട്ടോ. ഇത് വെള്ളം കലങ്ങിയിട്ട് ഇപ്പൊ വന്നത്. വെള്ളം കലങ്ങി വെച്ചാൽ ഇപ്പൊ മോട്ടോർ ഇറക്കിയതിന്റെ പേരിൽ വെള്ളം കലങ്ങിയിട്ട് വന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് ക്ലീൻ ആയിക്കോളും. അപ്പൊ ഓക്കെ ഗൈസ്, വീഡിയോ വാച്ച് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.